നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇൻ്റർഫറൻസ് സെക്കൻഡ് മൊഡ്യൂളുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദി ഇൻസ്ട്രുമെൻറ്റ് ഫ്രം എൻ്ററിങ് എക്സ്ട്രാ വേവ് ലെങ്ത് ആൻഡ് ഇൻറ്റൻസിറ്റി. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ അല്ലെങ്കിൽ ബൈനോക്കുലർ ലെൻസസ് ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തിൻ ഫിലിമാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഫ്രം എൻ്ററിങ് എക്സ്ട്രാ വേവ് ലെങ്ത് ആൻഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിലേക്ക് ലൈറ്റ് വരുന്ന ടൈമിൽ ഓവർ ഇൻറ്റൻസിറ്റി ഓവർ വേവ് ലെങ്ത് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇറ്റ്സ് എ ലെയർ ഓഫ് ക്രയോലൈറ്റ് കോട്ടഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതൊരു ക്രയോലൈറ്റിൻ്റെ ഒരു ചെറിയൊരു തിൻ ഫിലിമാണ്. ക്യാമറ അല്ലെങ്കിൽ ബൈനോക്കുലേഴ്സ് ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ വർക്കിങ്ങിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. When a beam of light is incident on the film, a part of light is reflected from the upper and lower surface of the film. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇതാണ് ലെൻസ് എന്ന് വിചാരിക്കും. ഇതിന് മുകളിലായിട്ട് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു തിൻ ഫിലിം, ക്രയോലൈറ്റിൻ്റെ ഒരു തിൻ ഫിലിമാണ്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് when the light is incident on this film, it will reflect from the upper surface as well as the inner surface. അല്ലേ, ഇവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്യാം, ഇവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്യാം. ബാക്കി പോർഷൻസാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ റിഫ്ലക്റ്റഡ് ബീംസ് ഇവിടെ ഇൻ്റർഫറൻസ് നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലേ. ദേ വിൽ ഇൻ്റർഫറൻസ് വിത്ത് ഈച്ച് അതർ. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇൻ്റർഫെയർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻ്റർഫെയർ ചെയ്യുന്ന ഈ വേവ്സ് കൺസ്ട്രക്റ്റീവായിട്ടാണ് ഇൻ്റർഫെയർ ചെയ്യുന്നതെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദിസ് ഇമേജ് ടേക്കൺ ബൈ ദിസ് ലെൻസ്, അല്ലേ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഓൾറെഡി ഉള്ള ഈ ലൈറ്റിനെ എഫക്റ്റ് ചെയ്യും, നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫെയർ ചെയ്യിപ്പിക്കണം. സോ ദ തിക്നെസ് ഓഫ് ദ ഫിലിം ഇസ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ദ ഇൻ്റർഫറൻസ് ഓഫ് ദ ബീം ഇസ് ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ നമ്മൾ ഈ ടി എന്ന് പറയുന്ന തിക്നെസ് ഉണ്ടല്ലോ, ഈ തിക്നെസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള തിക്നെസ് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഇൻ്റർഫറൻസ് എങ്ങനെയായിട്ട് മാറണം? ഡിസ്ട്രക്റ്റീവായിട്ട് മാറുകയും വേണം. കൺസ്ട്രക്റ്റീവ് ഇവിടെ നടക്കാൻ പാടില്ല, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു തിക്നെസ്സാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് പഠിച്ചിട്ടുണ്ട് പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് ടി എന്ന് പറഞ്ഞ തിക്നെസ് എങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്, അല്ലേ. നോർമലി ആണ് വരുന്നതെങ്കിൽ, ഇതിപ്പോൾ ഒബ്ലിക്കായിട്ടാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, നോർമലി ആണ് ലൈറ്റ് വരുന്നെങ്കിൽ ഈ ഒരു തിക്നെസ്സും ട്രാവൽ ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എഗെയിൻ ഒരു ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ദ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടി, ഡബിൾ ഓഫ് ദിസ് ടി, അല്ലേ. അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ എങ്ങനെ എഴുതുക? 2t ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആക്ച്വൽ പാത്ത് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെന്ന് വിചാരിക്കുക, 2μt. നമ്മളെന്താ പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു റിഫ്ലക്റ്റഡ് വേവ്സ് ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫറൻസ് നടത്തണം, അതാണ് നമുക്ക് ആവശ്യം. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ വി ഹാവ് ദ കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2n+1 λ/2, അല്ലേ. സോ 2μt ഇസ് ഈക്വൽ ടു 2n+1 λ/2. എന്നിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ തിക്നെസ്സിലുള്ള ഒരു ഇക്വേഷനിലേക്കാണ് വരുന്നത്. മിനിമം കേസിൽ n=0 ആണെങ്കിൽ 2μt ഇസ് ഈക്വൽ ടു λ/2 ഓർ t ഇസ് ഈക്വൽ ടു λ/4μ. അപ്പോൾ ഇങ്ങനെയാണ് ആ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ഫിലിമിൻ്റെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടി എത്ര തിക്നെസ്സിൽ എടുക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ദ റിഫ്ലക്റ്റഡ് വേവ്സ് വിൽ ഇൻ്റർഫെയർ ഡിസ്ട്രക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെ ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഫോട്ടോയുടെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അത്രയാണ് പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്.